നമുക്ക് ഒരു വേദഭാഗം വായിക്കുക. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 66-ാമത്തെ വചനം. മത്തായി സുവിശേഷം 27 അതിന്റെ 66. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഹല്ലേലൂയ. ഇത് യേശുവിന്റെ കല്ലറയെ ഭദ്രമാക്കിയതാണ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ പറയുന്നത്. ഒരേ ഒരു കാരണമുള്ളൂ, യേശു കർത്താവ് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുത്. ഹല്ലേലൂയ. യേശു കർത്താവ് പുറത്തു വരരുത്. അതിനുവേണ്ടി അവരെ എന്ത് ചെയ്തു? അവിടെ പോയിട്ട് ഇവിടെ പറയുന്നത്, അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, അതിന്റെ 62 താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, ഒരിക്കൽ നാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ താൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിപ്പിൻ, ഞാൻ 3 നാൾ കൊണ്ട് പണിയാം. ഹല്ലേലൂയ. യേശു കർത്താവ് പ്രവചനമായിട്ട് വിളിച്ചു പറഞ്ഞ, നിങ്ങൾ മന്ദിരത്തെ പൊളിപ്പിൻ, ഞാൻ 3 നാൾ കൊണ്ട് പണിയും. പക്ഷേ കൂടെ നടന്ന ശിഷ്യന്മാരെല്ലാം മറന്നുപോയി. പക്ഷേ യേശുവിനെ എതിരെ നിന്ന കൊല്ലാൻ നോക്കിയ മഹാപുരോഹിതന്മാർ, ബിഷപ്പും പള്ളി അച്ഛന്മാര്, കമ്മിറ്റിക്കാരും എന്ത് ചെയ്തില്ല? ഇത് മറന്നില്ല. ഇവിടെ കാണാൻ കഴിയും, മഹാപുരോഹിതന്മാർ പരീശന്മാർ പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. ഹല്ലേലൂയ. ബിഷപ്പും പള്ളിയിൽ അച്ഛനും കമ്മിറ്റിക്കാരും കൂടെ പീലാത്തോസിന്റെ അടുക്കൽ പോയി പറയുകയാണ്, ആ ചതിയൻ, യേശുവിടെ പറയുന്നുണ്ട്, ആ ചതിയൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ ചതിയൻ ജീവനോടെ ഇരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞു, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പീലാത്തോസ്, നീ ഒരു കാര്യം ചെയ്യണം, അവന്റെ ശരീരത്തെ ശിഷ്യന്മാർ മോഷ്ടിച്ചിട്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് പറയാതിരിക്കാൻ നീ ഞങ്ങൾക്ക് സഹായം ചെയ്യണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നേരത്തെ പോലെ വലിയ ചതുവ് നമുക്ക് വീണ്ടും പറ്റും. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അവൻ മരിച്ചോടെ എഴുതി ഉയർത്തെഴുന്നേറ്റ് എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതുവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് മകൾക്കാലം ഞാൻ പറയാം, വേണ്ട ബിഷപ്പും പള്ളിയിൽ അച്ഛനും കമ്പനിക്കെല്ലാം പോയി പറയുന്നത് കണ്ടോ? ഹല്ലേലൂയ. ഞാൻ പറയാം, യേശുവിനെ ക്രൂശിച്ച് കൊന്നിട്ടും അവർ യേശുവിന് വിടാഭാവമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പീലാത്തോസിന്റെ അടുക്കൽ പോയി പറയണം, യേശുവിനെ ചതിയൻ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരം മോഷിച്ചോണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേൽന്ന് പറയാതിരിക്കാൻ, നമുക്ക് നേരത്തെ ചതുവ് പറ്റിയതുപോലെ ഇനി ആ ചതുവ് പറ്റാതിരിക്കാൻ, ഹല്ലേലൂയ, യേശു നമ്മളെ ചതിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അവന്റെ കല്ലറ ഉറപ്പാക്കണം. എത്ര ദിവസം? 3 ദിവസം. യേശു പറഞ്ഞു, ഈ മന്ദിരത്തെ പൊളിപ്പിൻ, ഞാൻ 3 നാൾ കൊണ്ട് പണി എന്ന് പറഞ്ഞാൽ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ട ശിഷ്യന്മാരുടെ ചെവിയിലൊന്നും കേറിയില്ല. അവര് മാറി ഒളിച്ചോടിപ്പോയി. ഹല്ലേലൂയ. പേടിച്ച് വരച്ച് ഒളിച്ചോടി. പക്ഷേ പുരോഹിതന്മാരും ബിഷപ്പും പള്ളിയിലച്ഛനും കമ്മിറ്റിക്കാരും ചേർന്ന് കാണാൻ കഴിയും, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരൊക്കെ ചേർന്ന് എന്ത് ചെയ്യാണ്? അത് ഓർമ്മിച്ച് വെച്ച് പീലാത്തോസിന്റെ അടുക്കൽ പോയി പറയണം. എന്നിട്ട് പീലാത്തോസ് പറയുകയാണ്, നിങ്ങൾ ചൊല്ലുവിൻ, ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർ ചെന്നു കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഹല്ലേലൂയ. പീലാത്തോസ് കൊടുത്ത കാവൽക്കാർ, പട്ടാളത്തുകാർ എന്ത് ചെയ്തു? പോയി. ഹല്ലേലൂയ. പട്ടാളത്തിൽ പോയി. അങ്ങനെ നമ്മുടെ മഹാപുരോഹിതന്മാരും പരീശന്മാരും പട്ടാളത്തിനെല്ലാം കൂടെ പോയി ചേർന്ന് എന്ത് ചെയ്തു? അവർ ചെന്നു കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, അവിടെ വലിയൊരു കല്ലെന്ത് ചെയ്തു? അവർ ഉരുട്ടി വെച്ചു. ഹല്ലേലൂയ. ഇതിനെ ഈ ജോസഫ് എന്ന മനുഷ്യനാണ് യേശുവിന്റെ ശരീരത്തെ ക്രൂശിൽ നിന്നെടുത്ത് ആ കല്ലറയ്ക്ക് അടക്കം ചെയ്തത്. അന്നത്തെ കല്ലറ വലിയൊരു ഗുഹയായിരുന്നു. അതിന്റെ യേശുവിന്റെ മധ്യത്തിൽ ചെറിയൊരു കല്ലാണ് എന്ത് ചെയ്ത് ഉരുട്ടി വെച്ചത്. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ.
പക്ഷെ ഇവർ ആ ചെറിയ കല്ലിനെ എന്ത് ചെയ്തു? എടുത്ത് കളഞ്ഞിട്ട് ഇവർ കുറെ പേർ ചെന്നു വലിയ കല്ലിനെ കൊണ്ട് എന്ത് ചെയ്തു? 10-100 ആൾക്കാർ ചേർന്ന് വലിയ കല്ലിനെ ഉരുട്ടിക്കൊണ്ട് ആ ഗുഹയുടെ മുമ്പിൽ വെച്ച് എന്തിനു വേണ്ടി? യേശു പുറത്തു വരാതിരിക്കാൻ. ഹല്ലേലൂയ. ചങ്ങല കൊണ്ട് കെട്ടി, ഹല്ലേലൂയ, ലോക്ക് ചെയ്തു, ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? റോമ ഗവൺമെന്റിന്റെ മുദ്ര വെച്ചു, ഹല്ലേലൂയ. എന്തിനു വേണ്ടി? യേശു പുറത്തു വരാതിരിക്കാൻ, ഹല്ലേലൂയ. പോരാത്തവര് പട്ടാളത്തെ തോക്കും പിടിച്ചു നിർത്തി, ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാരോ ആരെങ്കിലും വന്ന് ഈ കല്ലറെ പൊട്ടിച്ച് യേശുവിന്റെ ശരീരത്തെ മോഷ്ടിച്ചുകൊണ്ട് പോവാതിരിക്കാൻ എന്ത് ചെയ്തു? പട്ടാളത്തെ തോക്കും കൊടുത്തു നിർത്തി, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, യേശുവിന്റെ ഒറ്റ വാക്കിൽ യേശുവിന്റെ പ്രവചനം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ മന്ദിരത്തെ പൊളിപ്പിൻ, 3 നാൾ കൊണ്ട് ഞാൻ എന്റെ ശരീരത്തെ പണി, ഹല്ലേലൂയ. നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിപ്പിൻ, ഞാൻ 3 നാൾ കൊണ്ട് പണി എന്ന് പറഞ്ഞാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ആ ഒരു പ്രവചന ശബ്ദത്തിനെതിരെ പിശാചിന്റെ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി, ഹല്ലേലൂയ. അതേപോലെ ഇന്ന് മക്കൾക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ആരെങ്കിലും ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂത് നിങ്ങളുടെ മേൽ വെളിപ്പെടാതിരിക്കാൻ പിശാച് പല തന്ത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരുക്കി വെക്കും, ഹല്ലേലൂയ. പല പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിടും. പക്ഷെ നീ തകർന്നു പോകരുത്, ബാക്കിലോട്ട് പോകരുത്. യേശു പറഞ്ഞ സമയത്ത് നിന്റെ മേലെ പ്രവചനം വെളിപ്പെട്ടു വന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ദൈവദാസൻ നിന്നെ നോക്കി ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും, ഹല്ലേലൂയ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അതിനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ആ ദൂത് വെളിപ്പെട്ട് വരുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ഹല്ലേലൂയ. യേശു പുറത്തു വരാതിരിക്കാൻ പിശാച് ബന്ധിച്ചതുപോലെ നിന്റെ ദൂത് വെളിപ്പെടാതിരിക്കാൻ പിശാച് പല കെണികൾ ഒരുക്കും, പല കുരുക്കുകൾ നിന്റെ മുമ്പിൽ കൊണ്ടിടും. പക്ഷേ അതിനെല്ലാം നീ പൊട്ടിച്ച് പുറത്തു വന്നുകൊണ്ടേയിരിക്കണം, ഹല്ലേലൂയ. ഞാൻ പറയാം, ജോസഫിനോട് ദൈവം കാണിച്ച ദൂത് എന്താണ്? സ്വപ്നം എന്താണ്? ഹല്ലേലൂയ. തന്റെ ജ്യേഷ്ഠന്മാരുടെ കറ്റകൾ തന്റെ കറ്റ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, ഹല്ലേലൂയ. അടുത്ത് വീണ്ടും കണ്ടത് അത് പോയി ജ്യേഷ്ഠന്മാർ പറഞ്ഞപ്പോൾ ജ്യേഷ്ഠന്മാർ വഴക്ക് പറഞ്ഞു, ഹല്ലേലൂയ. അപ്പോൾ അവന് പ്രശ്നം തുടങ്ങി, ഹല്ലേലൂയ. അടുത്ത് വീണ്ടും കാണുന്ന സ്വപ്നം, സൂര്യന് ചന്ദ്രന് 9 ഗ്രഹങ്ങൾ തന്നെ വീട് നമസ്കരിക്കുന്നു. അത് പോയി അപ്പനോട് പറഞ്ഞപ്പോ, നേരത്തെ ദൂത് കണ്ട സ്വപ്നം ജ്യേഷ്ഠന്മാർ പറഞ്ഞപ്പോ ജ്യേഷ്ഠന്മാർ വഴക്ക് പറഞ്ഞു. ഇപ്പൊ കണ്ട സ്വപ്നം അപ്പനോട് പറഞ്ഞു, അപ്പന് വഴക്ക് പറഞ്ഞു, ഞാനും നിന്റെ അമ്മയും നിന്റെ 9 സഹോദരന്മാരെ നിന്നെ നമസ്കരിക്കുന്നു, ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞു, ഹല്ലേലൂയ. അങ്ങനെ അവനെ വഴക്ക് പറഞ്ഞു ഓടിച്ചു, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ എന്തൊരു ദർശനം കണ്ടോ, എന്തൊരു വെളിപ്പാട് കണ്ടോ, എന്ന് ദൈവം അവന്റെ മേൽ ദൂത് കൈമാറിയോ, അന്ന് അവന്റെ മേൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അതേപോലെ ഇന്ന് മക്കൾക്ക് ഞാൻ നിങ്ങളോട് പറയാം, ആ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം പറഞ്ഞതുപോലെ ജോസഫിനെ മന്ത്രിസ്ഥാനത്ത് കൊണ്ടെത്തിച്ചു, ഹല്ലേലൂയ. അവൻ സ്വപ്നം കണ്ട് അതിനു മുമ്പേ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്ത് സ്വപ്നം കണ്ടോ, എന്നാ ദൈവം അവനൊരു വെളിപ്പാട് കൈമാറിയോ, അന്ന് മുതൽ അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു, ഹല്ലേലൂയ. ഞാൻ പറയാം, അതുവരെ അവന് ഒരു പ്രശ്നമില്ലായിരുന്നു. അവനോട് ദൈവം എന്നൊരു ദൂത് പറഞ്ഞു, അന്ന് മുതൽ പ്രശ്നം ആരംഭിച്ചു. ആദ്യ സഹോദരന്മാർ എതിരായി, അപ്പനമ്മ എതിരായി, അവസാനം പൊട്ടക്കിണറ്റി കിടക്കേണ്ട വന്നു, അടിമച്ചെന്ന് വിൽക്കേണ്ട വന്നു, പോത്തിപ്പന്റെ വീട്ടിൽ അടിമജോലി ചെയ്യേണ്ടത്, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ട വന്നു. അവൻ ശിക്ഷ ആരോപിച്ചു. എന്നിട്ടും ദൈവം ആ ജയിലിന്റെ അകത്ത് പൊക്കിയെടുത്ത് അവനോട് പറഞ്ഞതുപോലെ രാജസിംഹാസനത്തിൽ ദൈവം അവനെ കൊണ്ടിരുത്തി, ഹല്ലേലൂയ. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മേൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും, ഹല്ലേലൂയ. ഞാൻ പറയാം, യേശു കർത്താവ് ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടി? പാപികൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയാണ്, ഹല്ലേലൂയ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിലോട്ട് വന്നത്, ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത്, ഹല്ലേലൂയ. നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും, യേശു പരസ്യ ശുശ്രൂഷ തുടങ്ങി അന്ന് മുതൽ യേശുവിന് പ്രശ്നം ആരംഭിച്ചു, ഹല്ലേലൂയ. 30 വയസ്സ് വരെ മാതാവിനും പിതാവിനും കീഴടങ്ങിയിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്ന് മുതൽ യേശുവിന് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചോ അന്ന് മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു, ഹല്ലേലൂയ. പല പ്രാവശ്യം യഹൂദന്മാരെ എറിയ കല്ലെടുത്തു വലിയ ഗുഹയിലോട്ട്, വലിയ കുഴിയിലോട്ട് കൊണ്ടിടാൻ പോയി. അവനെതിരെ പലവിധ പ്രശ്നങ്ങൾ. എപ്പോഴും അവരെ പിന്നാലെ ഒരു കൂട്ടം ആൾക്കാർ നടന്നു, ഹല്ലേലൂയ. മഹാപുരോഹിതന്മാർ അവരെ ബാക്ക് ചെയ്ത് നടന്നു, പുരോഹിതന്മാർ ബാക്ക് ചെയ്ത് നടന്നു, പരീക്ഷന്മാര് ശാസ്ത്രിമാര് ബാക്ക് ചെയ്ത് നടന്നു. എപ്പോൾ യേശുവിനെ ഒതുക്കാം, എപ്പോൾ യേശുവിനെ തകർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ പിന്നാലെ നടന്നു, ഹല്ലേലൂയ. വേറൊരു വ്യക്തികളല്ല നടന്നത്. പള്ളിയിലെ ബിഷപ്പും അച്ഛന്മാരും കമ്മിറ്റിക്കാരെല്ലാം എന്ത് ചെയ്തു? യേശുവിന്റെ പിന്നാലെ നടന്നു, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പ്രസംഗിച്ചത് ന്യായപ്രമാണത്തിൽ നിന്നാണ്, ഹല്ലേലൂയ. യേശു പ്രസംഗിച്ചത് ഈ ബൈബിളാണ്, ഹല്ലേലൂയ. പിന്നെ എന്തിനെ അവര് യേശുവിനെ ക്രൂശിക്കാൻ നോക്കി? ഒന്നേ ഉള്ള കാരണം, അവരുടെ കള്ളത്തരം
സ്ഥലങ്ങളെല്ലാം യേശു വിളിച്ചു പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ വിളിച്ചു പറഞ്ഞ ഒരേ ഒരു കാര്യം, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളെ, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് യേശു എന്ത് ചെയ്യാൻ തുടങ്ങി? വിളിച്ചു പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ കുരുടന്മാരായ വഴികാട്ടികളാണ്, നിങ്ങൾ ബൈബിളിന്റെ വിരുദ്ധമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ കുരുടന്മാരാണ്. നിങ്ങൾ ഒരു കുരുടൻ മറ്റുള്ള കുരുടനെ വഴി നടത്തിയാൽ രണ്ട് കുരുടന്മാരും പോയി കുഴിക്കാത്ത വഴി. അതാണ് യേശു പറഞ്ഞു കൊടുത്തത്. ഹല്ലേലൂയ. നിങ്ങൾ കിണ്ടിക്കിണ്ടിയുടെ പുറമേ നിങ്ങൾ വൃത്തിയാക്കുന്ന അകവയോ ഒരു അഴുക്ക് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് യേശു പഠിച്ചത്. ഹല്ലേലൂയ. ഇതൊക്കെ നോക്കി പുരോഹിതന്മാരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ സഹിക്കത്തില്ല. അവര് വചനം പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ അവരെന്ത് ചെയ്യുന്നു? സത്യവചനം അല്ലാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് ധൈര്യമായിട്ട് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ യേശുവിനെതിരെ അവർ നടന്നു. ഹല്ലേലൂയ. കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അങ്ങോട്ട് പോയ കുറ്റം, ഇങ്ങോട്ട് പോയ കുറ്റം, അങ്ങനെ പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിലോട്ട് കൊണ്ടിട്ട് എങ്ങനെയെങ്കിലും യേശുവിനെ കൊല്ലണം, അതായിരുന്നു ലക്ഷ്യം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും യേശുവിനെ കൊല്ലണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, യേശുവിനെ അവസാനം എന്ത് ചെയ്തു? അവരെ യൂദാസിനെ വിലക്ക് വാങ്ങി യേശുവിനെ പിടിച്ചു ക്രൂശിച്ചു കൊന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, യേശുവിനെ കുറ്റമില്ലാത്ത രക്തത്തെ എന്ത് ചെയ്തു? പീലാത്തോസ് ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? യേശുവിനെ വിടുന്നില്ല. ഹല്ലേലൂയ. ഒന്നേ ഉള്ളൂ, യേശു പറഞ്ഞ പ്രവചന ശബ്ദം, നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിപ്പി, ഞാൻ 3 നാൾ കൊണ്ട് പണിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ ഒതുക്കാൻ വേണ്ടി അവർ നോക്കി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ കാണുന്നത് പോലെ ഞാൻ പറയാം, വലിയ കല്ലുകൊണ്ട് ഉരുട്ടി വെച്ചു. വലിയ കല്ലുകൊണ്ട് ഉരുട്ടി വെച്ചു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. വേഗെടുത്തൊരാൾക്ക് വായിക്കാം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അവിടെ വലിയൊരു കല്ല് എന്ത് ചെയ്തു? അവർ ഉരുട്ടി വെച്ചു. ഹല്ലേലൂയ. എടുത്തൊരാൾക്ക് വേഗം വായിക്കാം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കാം. ഹല്ലേലൂയ. ശബ്ബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിനു സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആദ്യകാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടു എന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. ഇവിടെ പറഞ്ഞ ഈ മഗ്ദലക്കാരത്തി മറിയെ, യാക്കോബിന്റെ അമ്മ മറിയെ, ശലോമിയും ചേർന്ന് 3 സഹോദരിമാർ എന്ത് ചെയ്യാണ്? അതിരാവിലെ ഇപ്പോ യേശുവിന്റെ കല്ലറ എങ്ങനെ ഇരിക്കുകയാണ്? എല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഹല്ലേലൂയ. ഞാൻ പറയും, ചങ്ങല കൊണ്ട് ബന്ധിച്ച് കല്ലൊക്കെ വെച്ച് റോമ കൊണ്ട് മുദ്രയൊക്കെ വെച്ച് കാവൽക്കൂട്ടത്തൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും ചേർന്ന് എന്ത് ചെയ്യാണ്? യേശുവിന്റെ കല്ലറ കാണാൻ അവർക്ക് പോകേണ്ടത്. അവര് സുഗന്ധദ്രവ്യെല്ലാം ഒരുക്കി വെച്ച് ഹല്ലേലൂയ യേശുവിന്റെ ശരീരത്തിൽ പൂശുന്നതിന് സുഗന്ധദ്രവ്യം പൂശാൻ വേണ്ടി അവർക്ക് പോകണം. അങ്ങനെയാണ് അവർ പോയത്. വെളുപ്പിലെ തന്നെ അതികാലത്തെ തന്നെ എന്ത് ചെയ്തു? അവർ എണീറ്റ് പോവുകയാണ്. ഹല്ലേലൂയ. അവർ പോകുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ആ കല്ലറയുടെ ഫ്രണ്ടിൽ വലിയൊരു കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്. ആരെടുത്തു മാറ്റും? ഹല്ലേലൂയ. അവരറിയുന്നില്ല, നേരത്തെ ഇതിനേക്കാളും വലിയ കല്ലാണ് കൊണ്ട് വച്ചിരിക്കുന്നത്. പട്ടാളത്തുകാരുണ്ട്, അവിടെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടുണ്ട്, അതിന് റോമ കൊണ്ട് മുദ്ര വെച്ചിട്ടുണ്ട്. ആ കല്ലറെ തൊടാൻ പറ്റത്തില്ലെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ അവർക്കറിയാം, അതിന്റെ മുമ്പിൽ വലിയൊരു കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വേറെ സ്ത്രീകളാണ്, ഞങ്ങൾ 3 പേരെ ഉള്ളൂ. പക്ഷെ എങ്ങനെ കല്ല് ഉരുട്ടി മാറ്റും വിഷമിച്ച് പറഞ്ഞ് എന്ത് ചെയ്യാണ്? അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരുഷന്മാരെല്ലാം പേടിച്ച് മാറിയപ്പോൾ, ശിഷ്യന്മാരെല്ലാം പേടിച്ച് ഓടി മാറിക്കളഞ്ഞപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, ആ 3 സഹോദരിമാർ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ പോലും വന്നില്ല, സഹോദരന്മാർ വന്നില്ല, എല്ലാവരും മാറി നിന്നപ്പോൾ ഹല്ലേലൂയ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും ചേർന്ന് ഹല്ലേലൂയ ഇതാ യേശുവിന്റെ കല്ലറ കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ശരീരത്തിൽ പരിമള തൈലം പൂശാൻ വേണ്ടി പോകുന്നത്, സുഗന്ധ ലേപനം പൂശാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ പോകുമ്പോൾ തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, അയ്യോ ആ കല്ല് ആര് ഉരുട്ടി മാറ്റും, കല്ല് ആര് ഉരുട്ടി മാറ്റും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ നിങ്ങളോട് പറയാം, അന്ന് 3-ാം ദിവസം തികയുന്നത് ഞായറാഴ്ച 4 മണിക്കാണ്, വെള്ളിയാഴ്ച 4 മണിക്കാണ് യേശുവിനെ അടക്കം ചെയ്യുന്നത്.
ഞായറാഴ്ച 4 മണിക്കാണ് 3 ദിവസം തികയുന്നത്. പക്ഷേ ഇവർ എന്ത് ചെയ്തു? ആദ്യം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വൈകുന്നേരം 4 മണി വരെ നോക്കി നിന്നില്ല. ആദ്യം രാവിലെ നേരം വെളുക്കാൻ തുടങ്ങിയപ്പോ തന്നെ, ഇരുട്ടുള്ളപ്പോ തന്നെ ഹല്ലേലൂയ എന്ത് ചെയ്തു? രാവിലെ തന്നെ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഹല്ലേലൂയ ആ സെമിത്തേരി ലക്ഷ്യം വെച്ച് പോവുകയാണ്. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കല്ല് ആര് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റും? ആ കല്ല് ആര് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റും? ആ കല്ല് ആര് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഇവർ സ്റ്റെപ്പുകൾ വയ്ക്കാത്രേ. ഹല്ലേലൂയ ഈ സ്ത്രീകളുടെ വിശ്വാസം കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഇരിക്കാൻ കഴിഞ്ഞില്ല, തന്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ നമ്മൾ ഈ മത്തായി സുവിശേഷം 28-ാം അധ്യായം കാണാൻ കഴിയും. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വെളുക്കുമ്പോൾ മത്തരക്കാരത്തെ മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നോക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ഹല്ലേലൂയ അവന്റെ രൂപം മിന്നലൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് വേഗം ചെന്ന് ഒരു ശിഷ്യന്മാരോട് പറയണേ. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, ആ ദൈവത്തെ ഭയങ്കര ഗ്ലോറി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 3 സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ സ്വർഗ്ഗത്തിൽ ദൂതനോട് ഇറങ്ങി. ഹല്ലേലൂയ ദൂതൻ കല്ലടകൾ വന്നിരുന്നപ്പോ തന്നെ ദൂതന്റെ രൂപത്തെ കുറിച്ച് പറയുന്നു. അവൻ ഹിമം പോലെ വെളുത്തതും മിന്നലുമായിരുന്നു അവന്റെ രൂപം. അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഹല്ലേലൂയ ഈ സ്ത്രീകൾ 3 സ്ത്രീകൾ വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ വെച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവർക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റുവാൻ, യേശുവിന്റെ ഡെഡ് ബോഡി കാണാൻ വന്നവർക്ക് യേശുവിന്റെ ഉയർപ്പ് കാണിച്ചു കൊടുക്കാൻ സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ അവിടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, യേശുവിന്റെ ഡെഡ് ബോഡി കാണുന്നു. ഡെഡ് ബോഡിയുടെ മേൽ സുഗന്ധലേപനം പൂശുന്നു. പക്ഷേ അവര് വന്നത് ഡെഡ് ബോഡി കാണാൻ വന്നെങ്കിൽ, ശവം കാണാൻ വന്നെങ്കിൽ അവര് കണ്ടത് ഉയർപ്പായിരുന്നു. ഹല്ലേലൂയ യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിക്കാൻ സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. ഇത് മകൾക്കാരെ ഞാൻ ഇങ്ങോട്ട് പറയാം, അവിടെ പറഞ്ഞത് പെട്ടെന്ന് വലിയ ഭൂകമ്പം ഉണ്ടായി. യേശുവിന്റെ ശക്തി ഇന്ന് മകൾക്കാരോട് വ്യാപരിക്കണം. യേശുവിന്റെ ശക്തി ഇന്ന് മകൾക്കാരെ വ്യാപരിക്കണം. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് മകൾക്കാരെ വ്യാപരിക്കുന്നു. അറിയാൻ പോരാ, ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. അവിടെ പറഞ്ഞത് പെട്ടെന്ന് പറ, പെട്ടെന്ന് പെട്ടെന്ന്. ഹല്ലേലൂയ പെട്ടെന്ന് പറ, ഒച്ചത്തിൽ പറ, പെട്ടെന്ന് 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 അവിടെ ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ ദൂതൻ ഇറങ്ങി വന്നപ്പോ തന്നെ വലിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ കാവൽക്കാരെല്ലാം ആ ദൂതനെ കണ്ട് മരിച്ചവരെ പോലെയായി. ഇവർ റോമാ ഗവൺമെന്റിന്റെ മുദ്രയെല്ലാം പൊട്ടിത്തെറിച്ചു, ചങ്ങലയെല്ലാം പൊട്ടിമാറി. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഇത് പറയുമ്പോ തന്നെ ദൈവശക്തി വ്യാപരിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരയോടെ വെളിപ്പെടുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചലിക്കുന്നു. ഇന്ന് പകൽക്കാലം ഉയർപ്പിന്റെ ശക്തി ചലിക്കുകയാണ്. ഈ ദൂതനെ കണ്ടപ്പോ തന്നെ കാവൽക്കാരെല്ലാം മരിച്ചവരെ ആയിപ്പോയി. ഹല്ലേലൂയ അവിടെയെല്ലാം ബോധം പോയി. എന്നിട്ട് ചങ്ങലകളെല്ലാം പൊട്ടി, റോമാ ഗവൺമെന്റ് മുദ്ര പൊട്ടി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. ഇല്ല രാധാ അമ്മ അമ്മ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഭയങ്കര മഹത്വം വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചലിക്കുകയാണ്. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പറയാം, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ കെട്ടുകളും പൊട്ടിമാറുകയാണ്. എല്ലാ കെട്ടുകളും പൊട്ടിമാറുകയാണ്. എല്ലാ കെട്ടുകളും പൊട്ടിമാറുകയാണ്. നിങ്ങളുടെ മേൽ പിശാചികളുടെ എല്ലാ കെട്ടുകളും പൊട്ടിമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച്
പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗം ഇറങ്ങിപ്പോണ്ട് ഈ ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് മേലുള്ള വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. ദൂതൻ ഇറങ്ങിയപ്പോ തന്നെ എല്ലാ കെട്ടുകളും പൊട്ടിമാറി, എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴും. കാവൽക്കാർ മരിച്ചവരെ പോലെ ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് മക്കൾക്ക് ഇന്ന് ചലിക്കുകയാണ്. സ്വർഗ്ഗം ഇറങ്ങിപ്പോണ്ട് ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുന്നു. യേശുവിന്റെ ആ ദൈവത്തിന്റെ ശക്തി ചലിക്കുകയാണ്. മകത്തോടെ വ്യാപരിക്കണം. ഹല്ലേലൂയ. യേശു പറഞ്ഞതുപോലെ താൻ ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷയം ചോദിച്ചുകൊണ്ട് യേശു പറഞ്ഞതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. ഇതാ ആ സ്ത്രീകൾ സ്റ്റെപ്പ് വെച്ചപ്പോ തന്നെ ദൂതനിറങ്ങി എന്ത് ചെയ്തു? കല്ലറയെ പൊട്ടിച്ച് ഹല്ലേലൂയ യേശുവിനെ മരിച്ചിടണമെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ തകർക്കാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളെ ബന്ധിക്കാൻ പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. യേശുവിനെ ഒതുക്കാൻ ഒരു 2 ദിവസം മാത്രമേ കല്ലറയെ കൊണ്ട് പിശാചിനെ കൊണ്ട് പുരോഹിതന്മാരെ കൊണ്ട് പറ്റുകയുള്ളൂ. മൂന്നാം ദിവസം യേശു പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഇന്നിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ യേശു നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ആ ദൈവത്തിന്റെ ഭയങ്കര glory ഇന്ന് മക്കൾക്ക് വെളിപ്പെടുകയാണ്. യേശു പറഞ്ഞതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ആ യേശു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ പറഞ്ഞ ദൂതുകൾ വെളിപ്പെട്ട് വരികയാണ്. കാരണം യേശു പറഞ്ഞത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മരണത്തെ പാതാളത്തെ ജയിച്ചുകൊണ്ട് ലൂസിഫറിന്റെ തല തകർത്തുകൊണ്ട് പിശാചിന്റെ തല തകർത്തുകൊണ്ട് യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പിശാചിന്റെ തലയെ തകർത്ത് കാൽവരി കുരിശ് ജയോത്സവം കൊണ്ടാടി നമ്മൾ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. ഇതാ യേശുവിന്റെ ശവം കാണാമെന്ന് സഹോദരിമാർ കണ്ടത് യേശുവിന്റെ ഉയർപ്പാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവർ, നിന്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്നവർ, നീ തീർന്നു എന്ന് പറയുന്നവർ, ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോർക്ക് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ ഉയർപ്പ് കാണും. ഹല്ലേലൂയ. നിന്റെ ഉയർപ്പ് കാണും. നിന്റെ തകർച്ച അവർ കാണത്തില്ല. നിന്റെ മരണം അവർ കാണത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, യേശുവിന്റെ മരണം കാണാൻ അവർ ആഗ്രഹിച്ചു. യേശു കല്ലറയുടെ തീർന്നെന്ന് പറഞ്ഞു, ക്രൂശിച്ചു കൊന്നു. യേശു തീർന്നെന്ന് പറഞ്ഞു. പക്ഷേ തീർന്നെന്ന് പറഞ്ഞെടുത്ത് എല്ലാം ആക്രമിച്ചെടുത്ത് സകല പരീക്ഷകളും ആക്രമിച്ചെടുത്ത് യേശു സകല പരീക്ഷകളെ പൊട്ടിച്ചുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്തു വെച്ചുകൊണ്ട് അവർ മൂന്നാം ദിവസം പറഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. 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 ആ ദൈവത്തിന്റെ ഭയങ്കര ജോലി വെളിപ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ മകൾക്കായി ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ജനിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. ഞാൻ പറയാം, നിന്റെ തകർച്ച കാണുന്നവരുടെ മുൻപിൽ നിന്നെ ഉയർത്തി മാനിക്കുന്നവനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. നിന്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്ന മുൻപിൽ നിന്നെ ഉയർത്തി മാനിക്കുന്നവനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൂതൻ ഇറങ്ങി ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ ഡെഡ് ബോഡി കാണാമെന്ന് സഹോദരിമാർ യേശുവിന്റെ ഉയർപ്പ് കണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൂതൻ വിളിച്ചു പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല, വന്നു കാണുവിൻ. താൻ പറഞ്ഞതുപോലെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞു, അല്ലയോ സഹോദരികളെ, സ്ത്രീകളെ, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. നിങ്ങൾ
ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന് അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങൾ വന്ന് കാണുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് സ്ത്രീകൾ അവിടെ പോയി നോക്കിയപ്പോൾ അവന്റെ വസ്ത്രം കിടക്കുന്നതല്ലാതെ വേറൊന്നും കണ്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കല ഞാൻ പറയാം, അവർ രണ്ട് ദൂതനെ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കല ഞാൻ പറയാം, യേശുവിനെ മരിച്ചിരുന്നു ഉയർത്തെഴുന്നേൽപ്പിച്ച ദൂതൻ നിങ്ങളെ വീട്ടിന്റെ അകത്ത് ഇറങ്ങി നിൽപ്പണ്ട്. നിങ്ങൾ കിടക്കുന്ന തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ. നിങ്ങളിപ്പോ തളർന്നു കിടക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ എഴുന്നേൽക്കാൻ കഴിയില്ലാത്ത വ്യക്തിയായിരിക്കാം, മരണവുമായിട്ട് മല്ലടിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ യേശുവിനെ മരിച്ചിരുന്നു ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ദൂതന്മാർ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിന്റെ അകത്തേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിന്റെ അകത്തേക്ക് ഇറങ്ങി വരികയാണ്. നീ മരണഭീതി കഴിയുന്ന വ്യക്തിയായിരിക്കാം, നീ തീർന്നു പറയുന്ന വ്യക്തിയായിരിക്കാം, ഓട്ടം പറഞ്ഞ് രക്ഷയെന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം എന്നിട്ട് യേശു മരണം പറയുന്നു. ഇന്ന് പകൽക്കാലം മരണത്തെ ജയിച്ച ഒരു യേശുവുണ്ട്. മരണത്തെ ജയിച്ച ഒരു യേശുവുണ്ട്. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു യേശുവുണ്ട്. മരണത്തെ പാതാളത്തെ വെല്ലുവിളിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവുണ്ട്. ആ യേശു ഇന്ന് ജീവിക്കുന്നു. ആ യേശു നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. രോഗത്തെ സൗഖ്യമാക്കും. നിങ്ങളുടെ കടഭാരത്തെ മാറ്റി, പ്രശ്നങ്ങൾ മാറ്റി. നീ തീർന്നു എന്ന് നിന്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് യേശു നിന്നെ ഉയർത്തി വലുതാക്കി മാനിക്കാൻ പോകണം. ഹല്ലേലൂയ. ഞാൻ പറയാം, എഫെസ്യർ ലേഖനം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, അവൻ സർവനാമത്തിന് മേലായ നാമം യേശുവിന് നൽകി. ഹല്ലേലൂയ. പിതാവ് ദൈവ പുത്രന യേശുവിന് സർവനാമത്തിന് മേലായ നാമം നൽകി. എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള സകലത്തിനും മീതെ അത്യന്തം മീതെ അവൻ ഉയർത്തി സകലത്തിന് തലയാക്കി. ഹല്ലേലൂയ. അതേപോലെ എന്റെ ദൈവം നിന്നെ ഉയർത്തി മാനിച്ച് നിന്നെ തലയാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തിയുടെ ചലിക്കുന്നു. ഈ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ആ മൂന്ന് സ്ത്രീകൾ ഹല്ലേലൂയ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ യേശുവിന്റെ കല്ലറ കാണാൻ പോയി, യേശുവിന്റെ ഡെഡ് ബോഡി കാണാൻ പോയി. പക്ഷെ അവർക്ക് വേണ്ടി ദൂതനിറങ്ങി കല്ലുരുട്ടി മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ കല്ലുകളെയും ഇന്ന് പകൽക്കാലം യേശു ഉരുട്ടി മാറ്റുകയാണ്. ആ ദൂതനിറങ്ങി ഇന്ന് പകൽക്കാലം ഉരുട്ടി മാറ്റുകയാണ്. ഇന്ന് പകൽക്കാലം നിനക്കെതിരെ നീ പുറത്തു വരാതിരിക്കാൻ പിശാച് കെട്ടി എല്ലാ ചങ്ങലകളും പൊട്ടി മാറുകയാണ്. എല്ലാ കല്ലുകളും ഉരുണ്ടു മാറുകയാണ്. എല്ലാ കാവൽക്കാരും ഇന്ന് കർത്താവ് തകർക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളെ ഇന്ന് പകൽക്കാലം യേശു തകർത്തു മാറ്റുകയാണ്. എന്റെ യേശു നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചെഴുതി ഉയർത്തെഴുന്നേൽപ്പിച്ചത് പോലെ ഇന്ന് പകൽക്കാലം എന്റെ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അയ്യോ, പല ദൈവദാസന്മാർ പറഞ്ഞ ദൂതുകൾ കേട്ട് നീ വിഷമിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഭാരപ്പെടല്ലേ. ആ വാക്തത്വങ്ങൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ആ പ്രവചന ശബ്ദങ്ങൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ആ ദൂതികൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. നീ കണ്ട ദർശനങ്ങൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ആരൊക്കെ എന്തൊക്കെ നോക്കി പറഞ്ഞാലും, എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞ് തകർക്കാവുന്ന രീതി ഭാരപ്പെടരുത്. യേശുവിന്റെ വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മേൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഇന്നത്തെ ആപത്ത് നോക്കരുത്, ഇന്നത്തെ പ്രശ്നം നോക്കരുത്, ഇന്നത്തെ സാഹചര്യം നോക്കരുത്. വാക്ക് പറഞ്ഞവർ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്നെ ഉയർത്തിച്ചിരിക്കും. യേശുവിനെ അനുഗ്രഹിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. നമുക്ക് എല്ലാവരും കേട്ടിരിക്കുക. ഞാൻ നിന്നെ കൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവിടെ എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇപ്പോൾ എല്ലാ കെട്ടുകളും പൊട്ടി മാറട്ടെ.
പൂജ പറയുമ്പോൾ തന്നെ പിശാച് കെട്ടി എല്ലാ കെട്ടികളും പൊട്ടി മാറുകയാണ്. സകല രോഗത്തിന് അഴിഞ്ഞു മാറുന്നു. ഇത് മക്കൾക്കുള്ള ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇപ്പോൾ സകല രോഗിയുടെ സൗഖ്യമാവട്ടെ, ഭൂതങ്ങൾ പുറത്താവട്ടെ, നടന്നു കിടക്കുന്ന ചാടി എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ചെലുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്പെടും നടക്കുന്നു. ഇപ്പോൾ തന്നെ ഇതിന് ഭയങ്കര മഹത്വം വ്യാപരിക്കുന്നു. പിശാചിന്റെ എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിന്റെ അത് വ്യാപരിക്കുകയാണ്. ഭയങ്കര ഉയർപ്പ് വ്യാപരിക്കുന്നു. ഭയങ്കര ഉയർപ്പ് ഇപ്പോൾ തന്നെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഇത് ഭയങ്കര ഉയർപ്പ് വ്യാപരിക്കണം. ഉയർപ്പ് വ്യാപരിക്കണം. എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ ഉയർപ്പ് വെളിപ്പെടുകയാണ്. എല്ലാം തകർന്നു എന്ന് പറയുന്നിടത്ത് ഉയർപ്പ് വെളിപ്പെടുകയാണ്. ഇന്ന് മക്കൾക്ക് നീ തകർന്നു പോകാം, നീ മുടിഞ്ഞു പോകാം, എന്റെ ദൈവത്തിന് വിട്ടുകൊടുക്കത്തില്ല. എല്ലാ രോഗങ്ങളും ഇപ്പൊ സൗഖ്യമാവുകയാണ്. കടഭാരങ്ങൾ മാറിപ്പോവുകയാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷുകൾ വരികയാണ്. നിങ്ങൾ തളർന്നെന്ന് പറഞ്ഞെടുത്തത് തീർന്നെന്ന് പറഞ്ഞെടുത്ത് ഇനി കടഭാരങ്ങളുടെ ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് നിന്റെ അക്കൗണ്ടിലെ ക്യാഷുകൾ വരികയാണ്. നീ എത്ര അധ്വാനിച്ചാലും നിന്റെ കടഭാരം മാറത്തില്ല, നിന്റെ പ്രശ്നം മാറത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഏലിയാവിനോട് ഇറങ്ങി വന്ന ദൈവം നിന്റെ അക്കൗണ്ടിൽ ക്യാഷുകൾ നിക്ഷേപിക്കുകയാണ്. നിന്റെ കടഭാരം മുഴുവൻ തീർക്കുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി യേശുവിന്റെ നാമത്തിൽ അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. സ്വർഗ്ഗത്തിൽ ഇറങ്ങിപ്പോട്ടെ. കാരണം എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് പകൽക്ക് എല്ലാവരും ഞാൻ അനുഗ്രഹിച്ചു. ഇവർ അത്ഭുതമായി മാറട്ടെ, എല്ലാ രോഗികളും സൗഖ്യമാവട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. ദൈവമേ നീ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകുന്നത് നന്ദി. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ഈ തകർന്നു കിടക്കുന്ന കണ്ണുനില്ലാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ യേശു ബോധന ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് നന്ദി. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ.